ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വാഞ്ചോ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2 കിലോയുടെ വാഞ്ചോ കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ വാഞ്ചോ കേക്ക് ഉണ്ടാക്കുമ്പോൾ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും പ്രത്യേകം ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാനിന്ന് ഈ ബാറ്റർ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് മൈദ മാവ് അളന്നെടുത്തിട്ടുണ്ട്. 240 ml കപ്പിൽ 2.5 കപ്പ് മാവാണ് അളന്നെടുത്തത്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം 3 പ്രാവശ്യം അരിച്ചെടുക്കാം. എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മാവ് 3 പ്രാവശ്യം അരിച്ച് തന്നെ കേക്ക് ഉണ്ടാക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം നല്ലപോലെ മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാവ് ഇതുപോലെ അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വലിയൊരു ബൗളിലേക്ക് 8 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടോ വിസ്ക് വെച്ചോ ബീറ്റ് ചെയ്താൽ മതി. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം പൊടിച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ചാണ് പഞ്ചസാര ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് പൊടിച്ച് തന്നെ ചേർക്കണം. അതല്ല പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഈ അളവിലെടുക്കരുത്. 1.5 കപ്പ് മാത്രം ചേർത്താൽ മതി. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 2 കപ്പ് ചേർക്കണം. പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റായ ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്യാം. മാവ് കുറേശ്ശെയായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്യണം. ഒരുമിച്ചിട്ട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ കട്ട പിടിച്ച് പോകും. കുറേശ്ശെയായിട്ട് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയൊന്നും വരാതെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. മാവിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒട്ടും ചൂട് കൂടി പോകരുത്, ചെറിയ ചൂടേ പാടുള്ളൂ. പാലും ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിൽ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതായത് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് 1/4 കപ്പ് ചൂടുള്ള പാലിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്തെടുത്തതാണ്. അതൊന്ന് തണുത്ത ശേഷം ഈ കൊക്കോ പൗഡറിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ മാവിൽ നേരിട്ട് ചേർക്കുകയാണെങ്കിൽ കട്ട പിടിച്ച് പോകും. ബാറ്ററിൽ നേരിട്ട് ഒഴിക്കുകയാണെങ്കിൽ കട്ട പിടിച്ച് പോകും. അതുകൊണ്ടാണ് ഇതുപോലെ പ്രത്യേകം മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. നന്നായിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിൽ നിന്നും പകുതി ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. പകുതി തന്നെ എടുക്കണം, കുറഞ്ഞു പോകരുത്. അതിലേക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്തത് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ 2 പാത്രമാണ് എടുത്തത്. ഓയിൽ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നിൽ ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കാം, മറ്റേതിൽ വാനില ബാറ്ററും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കേക്ക് OTGയിലാണ് ഉണ്ടാക്കുന്നത്. OTG 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം OTGയിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. OTG ഇല്ലെങ്കിൽ പാത്രത്തിൽ സ്റ്റൗവിൽ കുക്കറിലോ ചരുവത്തിലോ എന്തെങ്കിലും വെച്ച് 2 പാത്രത്തിൽ 2 സ്റ്റൗവിലായിട്ട് 2 പാത്രം വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുത്താലും മതി. 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അതിനായിട്ട് 3/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനായിട്ടാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ തിളച്ച വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ ഇത് ചോക്ലേറ്റ് മെൽറ്റായിട്ട് കിട്ടും.
അതുപോലെ 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. തിളച്ച വെള്ളത്തിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് തിക്കായിട്ട് വേണം ഗണാഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് കേക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്രത്തോളം പൊങ്ങിയിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് രണ്ടും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച ശേഷം ആദ്യം ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്താൽ മതി. ആ ഒരു അളവിലാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കേണ്ടത്. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷ് മിക്സ് ചെയ്ത ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷ് 2 ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വാനില കേക്കിൻ്റെ ലെയർ വയ്ക്കാം. വാനില കേക്ക് ഉണ്ടാക്കിയ പാത്രം ഒരല്പം വട്ടം കൂടുതലായിരുന്നു. അതുകൊണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് 2 കേക്കും ഒരേ അളവിലാക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നല്ലപോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രീം വയ്ക്കാം. അതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയർ വയ്ക്കാം. ഇതുപോലെ 6 ലെയറും ഇതുപോലെ തന്നെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റുള്ളൊരു കേക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് നന്നായിട്ട് ക്രീം തേച്ച് ലെവൽ ചെയ്തെടുക്കാം. ക്രീം നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്ത് ലെവൽ ചെയ്തെടുക്കണം. 8 ഇഞ്ചിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റുള്ളൊരു കേക്കായിട്ടാണ് കിട്ടിയത്. 2 കിലോയുടെ കേക്കാണിത്. സൈഡിൽ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സൈഡും മുകളിലും മാറി മാറി വേണം. ആദ്യം സൈഡിൽ ലെവൽ ചെയ്ത ശേഷം മുകളിൽ ലെവൽ ചെയ്യണം. അതിനുശേഷം വീണ്ടും സൈഡിൽ ലെവൽ ചെയ്യണം. അങ്ങനെ മാറി മാറി ലെവൽ ചെയ്തെടുക്കണം. സ്പാച്ചിൽ വെച്ച് മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് കേക്ക് തണുത്ത് വരണം. ഇനി നമുക്ക് ഗണാഷ് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗണാഷ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ ഇതിറക്കി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ല പോലെ മെൽറ്റാക്കി എടുക്കാം. നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് 1/2 കപ്പ് എടുത്തിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഗ്ലേസിങ് കിട്ടാനായിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. ഇതിപ്പോൾ 1.5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച കേക്കാണിത്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷ്, വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ചെറിയൊരു ചൂടോടുകൂടിയാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിക്കാം. മുഴുവനും കവർ ചെയ്യുന്ന രീതിയിൽ, ചോക്ലേറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നോർമലായിട്ട് വാഞ്ചോ കേക്കിൻ്റെ ഒരു ഡെക്കറേഷനാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇതുപോലെ വരച്ചിട്ട് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇതുപോലൊന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. കാണാനും നല്ലൊരു ഭംഗിയാണ്.
വരയ്ക്കുമ്പോൾ ഒരേ അളവിൽ വേണം വരയ്ക്കാനായിട്ട്, എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒഴിച്ച സ്ഥലത്ത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു കൊടുക്കണം. ഞാനിപ്പോൾ വെറുതെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുവാണ്. എളുപ്പത്തിൽ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തത്. ചോക്ലേറ്റ് ഒഴിച്ച ഉടനെ തന്നെ വരയ്ക്കണം, അല്ലെങ്കിൽ അതങ്ങ് കട്ടിയായി പോകും. ഉടനെ വരച്ചില്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് വരില്ല. കേക്ക് മുഴുവൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ട് റോൾ, ഇതുപോലെ നെറ്റ് റോളാണ് ഉണ്ടാക്കിയെടുത്തത്. അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയും കൂടെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ ഡെക്കറേഷനുള്ള നല്ല ഒരു കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വാഞ്ചോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.